മോർണിംഗ് പ്രേസ് കാർഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കാൻ നമ്മൾ ശ്രമിക്കണം, അല്ലേ? നമ്മുടെ സാൽവേഷൻ ഫിയർ ആൻഡ് ട്രംബിളിങ്ങോടുകൂടി വർക്കൗട്ട് ചെയ്യാൻ നമ്മുടെ ദൈവം നമ്മോട് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? തോന്നുന്ന പോലെ ജീവിതത്തിനായിട്ടല്ല വിളിച്ചിരിക്കുന്നത്. ഈ ലോകത്തിൽ വെച്ച് തന്നെ നമുക്ക് ജീവിതത്തിനും എന്താ പറയുക, ദൈവികതയ്ക്കും ഡിവൈൻ നേച്ചറിനും ഉള്ളതായിട്ടുള്ള കാര്യങ്ങളെല്ലാം ദൈവം നമുക്ക് ചെയ്തു തന്നിരിക്കുകയാണ്. അതനുസരിച്ച് ജീവിച്ചാൽ മാത്രം മതി, അല്ലേ? ദൈവത്തോടു കൂടെ അടുത്ത് നിൽക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് ആ കൃപ നമുക്ക് പ്രാപിക്കാൻ സാധിക്കും. അപ്പൊ ദൈവത്തിന്റെ വഴി കൂടെ നമുക്ക് നടക്കാൻ സാധിക്കും. അപ്പൊ അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ. പ്രാർത്ഥിച്ച ശേഷം സംസാരിക്കാത്ത സമയത്ത് നന്ദി പറയും. താങ്ക് യു ജീസസ് മാസ്റ്റർ, അങ്ങയുടെ കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു. ഇന്ന് ഞങ്ങളോട് സംസാരിക്കും എന്നുള്ളതിനോട് നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിന് ആമേൻ. നമുക്കിന്ന് രണ്ടാമത്തെ പത്രോസിലേക്ക് പോകാം. രണ്ടാമത്തെ പത്രോസിന്റെ 1-ാമത്തെ ചാപ്റ്ററിന്റെ 2 തൊട്ട് 11 വരെയുള്ള വാക്കുകൾ അപ്പൊ വായിച്ചു പോകുമ്പോൾ നമുക്ക് സംസാരിച്ചു പോകാം. അപ്പൊ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, രണ്ടാമത്തെ പത്രോസിന്റെ 1-ാമത്തെ ചാപ്റ്ററിന്റെ 2 തൊട്ട് 11 വരെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്: ദൈവത്തിന്റെയും നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ നിങ്ങൾ കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ. കർത്താവിനെ പറ്റിയും പിതാവിനെ പറ്റിയും അറിയും തോറും, അല്ലെ, ദൈവത്തിന്റെ അറിയും തോറും അതനുസരിച്ച് ജീവിക്കും തോറും ദൈവത്തിൽ നിന്നുള്ള കൃപയും സമാധാനവും വർദ്ധിച്ചു വരും നമ്മുടെ ജീവിതത്തിൽ. അപ്പൊ നമ്മുടെ ജീവിതത്തില് എന്താ പറയുക, അപ്പോസ്തലന്മാര് വഴിയെല്ലാം ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യം ഇത്. ഗ്രേസ്, അല്ലെ, കൃപയും എന്താ പറയുക, പീസും നമ്മുടെ ജീവിതത്തിൽ, സമാധാനം നമ്മുടെ ജീവിതത്തിൽ വളരെയധികം വർദ്ധിച്ചു വരട്ടെ എന്നുള്ളത് ദൈവം അപ്പോസ്റ്റൽ പോൾ വഴിയോ അപ്പോസ്റ്റൽ പീറ്റർ വഴിയോ എല്ലാം പറഞ്ഞിരിക്കുന്ന കാര്യം. എന്ന് വെച്ച് കഴിഞ്ഞാല് ദൈവത്തിന്റെ ആഗ്രഹമാണ് നമ്മളെ പറ്റിയുള്ളത്. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഗ്രേസ് അബണ്ടന്റ് ആയിരിക്കണം, വളരെ അധികം ഉണ്ടായിരിക്കണമെന്നും ദൈവത്തിന്റെ സമാധാനത്തിൽ ജീവിക്കുന്ന വ്യക്തികളായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. എങ്ങനെ നമുക്ക് സാധിക്കുമെന്ന് വെച്ചാൽ ദൈവത്തെ കൂടുതൽ അറിയുന്ന വഴി, അല്ലെ, ദൈവത്തെ കൂടുതൽ അറിയുകയും ദൈവത്തിന് വഴി കൂടെ നടക്കുകയും ചെയ്യുന്നത് വഴി, അല്ലെ. ഇനി 3-ാമത്തെ വാക്ക് പറയുക: തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയത് ഒക്കെ നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. തന്റെ മഹത്വത്താലും വീര്യത്താലും, തന്റെ ഗ്രേറ്റ് പവറിനാല് ദൈവം ഇങ്ങനെ നമുക്ക് തന്നിരിക്കുന്നത്, നമ്മളെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ, അല്ലെ, ദൈവത്തെ പറ്റിയുള്ള അറിവിനാൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെ നമുക്ക് ദാനം ചെയ്തിരിക്കുന്നു. ഇവിടെ ഇങ്ങനെയാണ് ഇംഗ്ലീഷ് ബൈബിൾ പറയുന്നത്: ദൈവത്തിന്റെ പവർ കൊണ്ട്, ഡിവൈൻ പവർ കൊണ്ട് നമ്മൾക്ക്, അല്ലെ, എന്താ പറയുക, എവറിത്തിങ്, എല്ലാം ആവശ്യമാണ് ജീവിതത്തിനും. ഗോഡ്ലിനെസ് എന്ന് പറഞ്ഞിരിക്കും. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഭക്തി എന്നാണ് ഒരു വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഭക്തി എന്നല്ല പറയുന്നത്, ഗോഡ്ലിനെസ് എന്ന് പറഞ്ഞാൽ ദൈവത്തെ പോലെ, അല്ലെ, യേശുക്രിസ്തുവിനെ പോലെ. യേശുക്രിസ്തുവിനെ ഇമിറ്റേറ്റ് ചെയ്യാന്, താൻ യേശുക്രിസ്തുവിനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇമിറ്റേറ്റ് ചെയ്യാൻ പോൾ പറഞ്ഞിരിക്കുന്നു, അല്ലെ. നമുക്ക് എഫേസ്യൻസ് 5 പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാ: ദൈവത്തിനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന വ്യക്തികളായിരിക്കും. എന്ന് വെച്ചാൽ ദൈവത്തെ പോലെ, ദൈവത്തിന്റെ ക്യാരക്ടറുമായിട്ട് ജീവിക്കുന്ന വ്യക്തികളായിരിക്കും നമ്മളിവിടെ. അതിനായിട്ട് ദൈവം നമുക്ക്, അതെങ്ങനെ നമുക്ക് സാധിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന്റെ പരിജ്ഞാനത്തിൽ, ദൈവത്തെ മനസ്സിലാക്കുമ്പോൾ, ദൈവത്തിന്റെ വഴി കൂടെ നടക്കുമ്പോൾ ദൈവത്തിന്റെ കൃപ നമ്മുടെ കൂടെ വളരെയധികമായിട്ട് അബണ്ടന്റ് ആയിട്ട് ഓവർഫ്ലോ ചെയ്യും, അല്ലെ. അപ്പോ നമ്മൾ ദൈവത്തിന്റെ ഇമേജിലേക്ക് നമുക്ക് മാറാൻ പറ്റും. എന്ന് വെച്ചാല് ദൈവം പിതാവ് ഓൾറെഡി ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക നമ്മുടെ ഉള്ളിൽ, അല്ലെ. ഇനി ഇവിടെ പറഞ്ഞിരിക്കുക, എന്താ പറയാ, 4-ാമത്തെ വാക്ക്: ആകയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വവുമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. അപ്പൊ നേരത്തെ നമ്മൾ 3-ാമത്തെ വാക്ക് വായിച്ചു കഴിഞ്ഞു. എന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിനും ഗോഡ്ലിനെസ്സിനും, ലൈഫിനും ദൈവികപരമായിട്ടുള്ള ജീവിതത്തിനും ആവശ്യമായിട്ട് എല്ലാ കാര്യം ദൈവം നമുക്ക് തന്റെ പവർ കൊണ്ട്, ശക്തി കൊണ്ട് ഓൾറെഡി നമുക്ക് തന്നു കഴിഞ്ഞു. അത് ദൈവത്തെ പറ്റിയുള്ള അറിവൊന്നും കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അപ്പൊ എങ്ങനെയാണ് അറിവ് കിട്ടുന്നതിനെ പറ്റി പറയുക. ദൈവം ഇവിടെ പറഞ്ഞിരിക്കും, ദൈവത്തിന്റെ ഗ്രേറ്റ് ആൻഡ് എക്സീഡിംഗ് ആയിട്ടുള്ള പ്രോമിസുകൾ നമുക്ക് തന്നിരിക്കുവാണ്. ആ പ്രോമിസുകൾ വഴി നമുക്ക് എന്ത് സാധിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, നമുക്ക് ആ ഡിവൈൻ നേച്ചറിന്റെ പാട്ടാൻ നമുക്ക് സാധിക്കും. 2-ാമത്തെ കാര്യം എന്താ പറഞ്ഞിരിക്കുന്നു വെച്ച് കഴിഞ്ഞാല്, ഈ ലോകത്തിന്റെ മോഹത്താലുള്ള നാശം വിട്ടൊഴിയാൻ സാധിക്കും, അല്ലെ. ലോകത്തിന്റെ പരമായിട്ട് ലസ്റ്റിൽ പെട്ടു പോകാതെ, എന്താ പറയുന്നത്, ലോകത്തിന്റെ പരമായിട്ടുള്ള ജീവിതത്തിലായി പോകാതെ ഡിവൈൻ ആയിട്ടുള്ള ജീവിതത്തിലായിരിക്കാൻ നമുക്ക് സാധിക്കില്ല. ദൈവത്തിന്റെ ക്യാരക്ടറിൽ ജീവിക്കാനുള്ള, എന്താ പറയുന്നത്, യേശുവിനെ പോലെ ആയിത്തീരാൻ നമുക്ക് സാധിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത്. അതാണ് ദൈവത്തിന്റെ
ആഗ്രഹം നമ്മളെ പറ്റി. ദൈവത്തിന്റെ ഹിതം അതാണ്. നമ്മൾ യേശുവിനെ പോലെ ആയിരിക്കണം. അങ്ങനെ നമ്മൾ യേശുവിനെ പോലെ ആയിരിക്കുമ്പോൾ യേശു നമ്മളിൽ എല്ലാവരിലും വെച്ച് ഏറ്റവും മൂത്ത ഭക്തനായിരിക്കും അല്ലെ. റോമന്റെ 8 അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതാണ് ദൈവത്തിന്റെ ഹിതം. നമ്മളെ പറ്റിയുള്ള ഹിതം യേശുവിനെ പോലെ ആയിരിക്കണം. അതിനായിട്ട് ഒരുപാട് പ്രോമിസുകൾ ദൈവം അല്ലെ നമുക്ക് തന്നിരിക്കുക, വാഗ്ദത്തങ്ങൾ തന്നിരിക്കുക. വാഗ്ദത്തം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനമാണ്. അത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, അതിൽ നമ്മൾ ജീവിക്കുമ്പോൾ അല്ലെ, ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ദൈവത്തിന്റെ ആ ഡിവൈൻ ആയിട്ടുള്ള ക്യാരക്ടറിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുക. ഇനി 5ാമത്തെ വാക്ക് പറയാം, അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കാണിച്ചു നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യത്തോട് പരിജ്ഞാനം. അപ്പൊ ഇത് നിമിത്തം എന്ന് വെച്ചാൽ നമ്മള് ദൈവത്തിന്റെ ഡിവൈൻ ശക്തിയിൽ, ഡിവൈൻ നേച്ചറിൽ നമ്മൾ പാർട്ടേക്കേഴ്സ് ആണ്. നമ്മൾ അങ്ങനെ ആയിരിക്കണം, യേശുക്രിസ്തുവിനെ പോലെ ആയിരിക്കണം. അത് ദൈവത്തിന്റെ ഹിതമാണ്. ഒരു കോളിംഗ് അല്ല, ദൈവം നമുക്ക് തന്നിരിക്കുന്ന കോളിംഗ്. അതാണ് നമ്മുടെ യഥാർത്ഥത്തിലുള്ള കോളിംഗ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അപ്പോസ്തലന്മാരും പാസ്റ്റർമാരും പ്രീച്ചർമാരാകുക എന്നുള്ളതല്ല നമ്മുടെ യഥാർത്ഥത്തിലുള്ള കോളിംഗ് എന്ന് പറഞ്ഞാൽ. നമ്മുടെ കോളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് എന്താ പറയണേ, യേശുവിനെ പോലെ ആയിത്തീരുക എന്നുള്ളത് അല്ലെ. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നത്, നമ്മളുടെ വിശ്വാസം. അപ്പൊ ഒന്നാമത്തെ കാര്യം പറ്റും, വിശ്വാസം എന്നുള്ളത് പറഞ്ഞാല് ആത്മീയമായിട്ടുള്ള ഒരു കൈയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, കൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കൊരു കാര്യം സ്വീകരിക്കണമെങ്കിൽ, എന്തെങ്കിലും കിട്ടണമെങ്കിൽ നമുക്കൊരു കൈ വേണം. നമ്മൾ കൈ കൊണ്ടാണല്ലോ എടുക്കുന്നത് എന്ന് പറഞ്ഞ പോലെ, സ്പിരിച്വൽ വേൾഡിൽ നിന്ന്, ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും കിട്ടണമെങ്കിൽ നമുക്ക് വിശ്വാസം എന്ന കൈ ഇല്ലാതെ സാധിക്കത്തില്ല. വിശ്വാസം വേണം. വിശ്വാസം ഇല്ലെങ്കിൽ ഒരു കാര്യം നടക്കത്തില്ല അല്ലെ. വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ഈ ഗ്രേറ്റ് ആയിട്ടുള്ള പ്രോമിസുകൾ അല്ലെങ്കിൽ ഗ്രേറ്റ് ആയിട്ടുള്ള വാഗ്ദത്തത്തിലൊക്കെ നമുക്ക് വാഗ്ദത്തങ്ങളിലൊക്കെ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ ഇങ്ങനെ പറഞ്ഞിരിക്കുക, ആ വിശ്വാസത്തിൽ നമുക്ക് വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുക വെച്ചാല്, നമ്മളുടെ വിശ്വാസത്തോട് വീര്യം, വേർച്യു എന്ന് പറഞ്ഞു. വേർച്യു എന്ന് പറഞ്ഞാല് മോറൽ വാല്യൂ അല്ലെ. മോറൽ വാല്യൂവും വീര്യത്തോട് പരിജ്ഞാനവും അല്ലെ. നമുക്ക് നമ്മുടെ വിശ്വാസത്തോട് വീര്യം ചേർക്കുക എന്ന് വെച്ചാല് മോറൽ വാല്യൂ ചേർക്കുക അല്ലെ. നല്ല നടപ്പ് അല്ലെ. അപ്പൊ അത് ആഡ് ചെയ്യുക. അപ്പൊ അത് ആഡ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മളെന്ന് വെച്ചാൽ ദൈവത്തെ പറ്റിയുള്ള പരിജ്ഞാനവും ആഡ് ചെയ്തുകൊണ്ടിരിക്കുക. ദൈവത്തെ മനസ്സിലാക്കുക. ദൈവത്തിന്റെ ഒപ്പം നടക്കുമ്പോൾ അല്ലെ, ദൈവത്തിന് കൂടെ ആയിരിക്കുമ്പോൾ, ദൈവത്തിന്റെ കൂടെ ആയിരിക്കുമ്പോൾ, യേശുക്രിസ്തുവിന്റെ കൂടെ ആയിരിക്കുമ്പോൾ, യേശുവിനെ പറ്റിയുള്ള ഹോളി സ്പിരിറ്റ് ഗോഡ് റിവീൽ ചെയ്തിരുന്നു നമുക്ക് അല്ലെ. അങ്ങനെ റിവീൽ ചെയ്ത ദൈവത്തിൽ നിന്ന് നമുക്ക് ദൈവത്തെ കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഇനി കൂടുതൽ മനസ്സിലാക്കും തോറും നമ്മൾ എന്താ നമ്മുടെ വിശ്വാസത്തിലേക്ക് നമ്മള് എന്താ പറയാ, വീര്യം ആഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുക, അല്ലെങ്കിൽ മോറൽ വാല്യൂ ആഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാകുമ്പോ വിശ്വാസം ഉണ്ടെന്നും പറഞ്ഞു എന്ത് തരത്തിലുള്ള ജീവിതം ജീവിക്കാം, അതിനൊരു എന്ത് തരത്തിലുള്ള ജീവിതം ജീവിക്കാനുള്ള ഒരു ലൈസൻസ് അല്ല വിശ്വാസം എന്നുള്ളത് ചുരുക്കം അല്ലെ. അതിനെപ്പറ്റി ദൈവം പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ അത് യേശുവിന്റെ ഒപ്പം നടക്കുന്നതിന് വേണ്ടിയാണ്, അല്ല നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജഡത്തിന് പരമായിട്ടുള്ള ജീവൻ ജീവിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യമല്ല എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. ഇനി ഇവിടെ ദൈവം പറയും, അപ്പൊ നിങ്ങളുടെ വിശ്വാസത്തിൽ വീര്യത്തിന്റെ കൂടെ ഇനി എന്താ പറയണേ, ദൈവത്തെ പറ്റിയുള്ള അറിവ് ചേർക്കും. അറിവ് കൂടുതൽ കൂടിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഹങ്കാരം ഉണ്ടാവും അല്ലെ. അഹങ്കാരം ഒന്നും ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി സെൽഫ് കൺട്രോൾ എന്ന് ഇംഗ്ലീഷ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. ഇവിടെ എന്ന് പറഞ്ഞിരിക്കുന്നത് പരിജ്ഞാനത്തോട് ഇന്ദ്രിയ ജയം അല്ലെ. ഇന്ദ്രിയ ജയം എന്ന് വെച്ച് കഴിഞ്ഞാല് വലിയ അറിവ് കൂടിക്കഴിഞ്ഞു ഞാൻ വലിയ അപ്പോസ്റ്റലാണ്, ഞാൻ വലിയ ആളാണെന്ന് പറഞ്ഞ് നെളിച്ച് നടന്ന് ആവശ്യമില്ലാത്ത കാര്യത്തില് ആവശ്യമില്ലാത്ത പാവങ്ങളൊന്നും ചെയ്ത് കൂട്ടാതിരിക്കുന്നതുകൊണ്ട് ഇന്ദ്രിയ ജയം ഉള്ളവരായിരിക്കുക. ഇന്ദ്രിയ ജയം സ്ഥിരത അല്ലെ. ആ സ്ഥിരത, ഒരു പ്രാവശ്യം ഇന്ദ്രിയ ജയം നടന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് സ്ഥിരമായിട്ട് അല്ലെ. ഓട്ടം തികയ്ക്കണം. പൗലോസ് പറഞ്ഞു, എനിക്ക് എന്റെ ഓട്ടം തികയ്ക്കണം അല്ലെ. പൗലോസ് തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യം, ഞാൻ എല്ലാവർക്കും പ്രീച്ച് ചെയ്തതിനു ശേഷം ഞാൻ തന്നെ വീണു പോകട്ടെ, അതിനായിട്ട് എന്റെ ശരീരത്തെ ഞാൻ സബ്മിഷനിലാക്കി വെച്ചിരിക്കുകയാണല്ലേ. കാരണം വെച്ചാൽ എനിക്ക് നഷ്ടപ്പെട്ടു പോകാൻ ജീവിതമുണ്ട് അല്ലെ. ഞാൻ നഷ്ടപ്പെട്ടു പോകുന്നവനായിരിക്കരുത്. എല്ലാവരോടും പ്രസംഗിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ദൈവത്തിലായിരിക്കും, ഞാൻ മാത്രം പുറത്തായി പോവുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാകില്ല. അപ്പൊ അതിനെ പറ്റി പറഞ്ഞു, ഇന്ദ്രിയജയം ഉള്ളവരായിരിക്കണം. ഇന്ദ്രിയജയം സ്ഥിരതയോടുകൂടി ഓടുന്നതായിരിക്കണം. ഇന്ദ്രിയജയം സ്ഥിരമായിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാല് എന്നും ഏത് നിമിഷവും നമ്മൾ ജീവനോട് ഇരിക്കുന്നിടത്തോളം കാലം അല്ലെ, സ്ഥിരതയോടുകൂടി ഭക്തി അല്ലെ, ഗോഡ്ലിനെസ് അല്ലെ, ആ ദൈവത്തിന്റെ സ്വഭാവം, പിന്നെ ഭക്തിയോട് സഹോദരപ്രീതിയും സ്നേഹം കൂട്ടിക്കൊള്ളും എന്ന് വെച്ച് കഴിഞ്ഞാല് ദൈവം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, നമുക്ക് വിശ്വാസമുണ്ട്. ആ വിശ്വാസം വെറുതെ ഒരു വിശ്വാസമായിരിക്കും, നമുക്ക് തോന്നുന്ന രീതിയിൽ ജീവിക്കാനുള്ള ഒരു വിശ്വാസമായിരിക്കരുത്. പക്ഷെ എങ്ങനെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാല് അത് ആടെന്നാ പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ കൂട്ടി യോജിപ്പിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ അതിനൊരു എഫോർട്ടൊക്കെ എടുക്കണം
അല്ലെ? നമ്മളൊന്ന് അതിനായിട്ട് ഒരു എന്താ പറയാ, ദൈവത്തോട് എങ്ങനെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തോട് അടുത്ത് നടക്കുമ്പോൾ, അല്ലെ? നമ്മൾ കൂടുതൽ അടുത്തടുത്ത് നടക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് അത് ആഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും, അല്ലെ? നമ്മളപ്പോ നടക്കുക എന്നുള്ളൊരു വർക്ക് നമ്മൾ ചെയ്ത് തന്നെ ചെയ്യാൻ പറ്റത്തുള്ളൂ. സാൽവേഷൻ ഫ്രീ ആയിട്ട് കിട്ടിയതാണെങ്കിലും ബാക്കി വരുന്ന കാര്യങ്ങളെല്ലാം എന്താ പറയാ, ദൈവത്തിന്റെ ഒപ്പം നമ്മൾ നടന്നേ പറ്റത്തുള്ളൂ. എങ്കിൽ മാത്രമേ കിട്ടത്തുള്ളൂ, അല്ലെ? ചില കാര്യങ്ങളൊക്കെ എന്താന്ന് പറഞ്ഞാല് അത് നമുക്ക് ഈസിയായിട്ട് ദൈവം തരുന്ന കാര്യമല്ല. ദൈവത്തിന്റെ ഒപ്പം നടക്കുമ്പോൾ, ആ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ പാപം ചെയ്യാനുള്ള ത്വര മാറിപ്പോകുന്നു. അങ്ങനെ ആ സെൽഫ് റൈച്ചസ്നെസ് ഒക്കെ മാറിയിട്ട് ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ സ്വഭാവം നമ്മളിലേക്ക് വരുന്നു, അല്ലെ? അപ്പൊ അങ്ങനെ ദൈവത്തിന്റെ ഒപ്പം നടക്കുമ്പോഴാണ് ആ ആഡ് ചെയ്യപ്പെടുന്ന പ്രോസസ്സ്, അല്ലെ? കൂട്ടിച്ചേരുന്ന കാര്യം വരുന്നത്. അപ്പൊ നമുക്കൊരു ഫെയ്ത്ത് ഉണ്ട്, യേശുവിൽ ഫെയ്ത്ത് ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വാസമാണെന്ന് പറഞ്ഞ് ഏത് തരത്തിലുള്ള ജീവൻ ജീവിക്കാൻ ദൈവം പറയുന്നില്ല. അപ്പൊ നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുക, 8ാമത്തെ വാക്കുകൊണ്ട് വായിക്കട്ടെ, ഇവ നിങ്ങൾക്ക് ഉണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ നിങ്ങൾ നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലരും ആയിരിക്കുകയില്ല. അവയില്ലാത്തവനോ കുരുടനത്രേ, അവൻ ഹ്രസ്വദൃഷ്ടിയുള്ളവനും തന്റെ മുമ്പിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നവനും തന്നെ. അപ്പോ ഇങ്ങനെ ദൈവം പറഞ്ഞിരിക്കുന്നത്, നമ്മൾക്ക് വിശ്വാസമുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വാസത്തിലേക്ക് മോറലായിട്ടുള്ള വാല്യൂ ആഡ് ചെയ്യുക. മോറലായിട്ട് വാല്യൂന്റെ ഒപ്പം പിന്നെ നമുക്ക് ദൈവത്തെ പറ്റിയുള്ള അറിവ് നമ്മുടെ ഉള്ളിൽ വളർന്നുകൊണ്ടിരിക്കട്ടെ. അതായത് യേശുവിന്റെ ഒപ്പത്തിന് ജീവിക്കുന്ന വ്യക്തികളായിരിക്കട്ടെ, അല്ലെ? പിന്നെ ആ അറിവ് കൂടുന്നതനുസരിച്ച് സെൽഫ് കൺട്രോൾ, ഇന്ദ്രിയ ജയം ഉണ്ടായിരിക്കട്ടെ. ഇന്ദ്രിയ ജയത്തിലേക്ക് നമുക്ക് സ്ഥിരത ഉണ്ടായിക്കട്ടെ. സ്ഥിരതയിലേക്ക് നമുക്ക് ദൈവികമായിട്ടുള്ള സ്വഭാവം, അല്ലെ? അത് ആഡ് ചെയ്യപ്പെടട്ടെ. ദൈവിക സ്വഭാവത്തിലേക്ക് നമുക്ക് എന്താ ബ്രദർലി കൈൻഡ്നെസ്, അല്ലെ? സഹോദരങ്ങളുള്ള കൈൻഡ്നെസ്, ദയം, പിന്നെ എല്ലാത്തിനും ഉപരിയായിട്ടുള്ള സ്നേഹവും ആഡ് ചെയ്യപ്പെടട്ടെ, അല്ലെ? നമ്മളപ്പോ എന്ന് വെച്ചാൽ നമ്മൾ സ്നേഹമുള്ള വ്യക്തികളായിരിക്കട്ടെ. നമ്മുടെ ജീവിതം പരിശുദ്ധമായിട്ടുള്ളതായിരിക്കട്ടെ. നമ്മുടെ വിശ്വാസത്തില്, അല്ലെ, നമ്മള് നിൽക്കുമ്പോൾ തന്നെ നമ്മൾ മോറലായിട്ട് നല്ല വാല്യൂ ഉള്ള വ്യക്തികളായിരിക്കട്ടെ, അല്ലെ? നമ്മള് സെൽഫ് കൺട്രോൾഡ് ആയിട്ടുള്ള വ്യക്തിയായിരിക്കും. ദൈവത്തെ പറ്റി അറിവുള്ള വ്യക്തിയായിരിക്കട്ടെ, അല്ലെ? ഇതെല്ലാം നമുക്ക് കിട്ടുമ്പോൾ, ഇതെല്ലാം നമ്മുടെ ഉള്ളിലുള്ളപ്പോൾ, ഇതെല്ലാം നമ്മൾ വളർന്നുകൊണ്ടിരിക്കും. കുറച്ച് കിട്ടിയിട്ട് മാത്രം കാര്യമില്ല. ഇതിലെല്ലാം നമ്മൾ വളർന്നുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള നമ്മള് എന്താ പറയാ, അൺപ്രൊഡക്റ്റീവ് ആയിട്ട്, ബ്ലൈൻഡ് ആയിട്ട്, യൂസ്ലെസ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കത്തില്ലെന്ന് പറയാം. പക്ഷെ ഇതൊന്നും ഇല്ലാത്ത വ്യക്തികൾ യൂസ്ലെസ് ആണ്. അവരുടെ സാൽവേഷൻ നടന്ന കാര്യം, ആദ്യം അവർ ആ വിശ്വാസത്തിലേക്ക് വന്ന കാര്യം പോലും, അല്ലെ? തങ്ങളുടെ പാവത്തെ മുഴുവൻ ദൈവം കഴുകിക്കളഞ്ഞതാണല്ലോ, ആ കാര്യം പോലും അവര് മറന്നു പോകുന്ന വ്യക്തികളൊക്കെ ഇങ്ങനെ ലഭിക്കുന്നത്. അവയില്ലാത്തവന് 9ാമത്തെ വാക്ക്, കുരുടനത്രേ, അവൻ കണ്ണില്ലാത്തവനാണ്, അവന് കാണാൻ സാധിക്കത്തില്ല. കാരണം അവന്റെ ഹൃദയം എന്താ പറയുക, കട്ടിയായി പോയിരിക്കുന്നതാണ്. അവന് ഹ്രസ്വദൃഷ്ടിയുള്ളവനും തന്റെ മുമ്പിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നവനുമാകുന്നു, അല്ലെ? പിന്നെ പാപത്തിൽ ജീവിക്കുന്ന വ്യക്തികൾ. അപ്പൊ ഇത് ഇപ്പൊ സെൽഫ് കൺട്രോൾ, ഇന്ദ്രിയജയം ഇല്ലാത്തവനാണ് പിന്നെയും പോയി പാപം ചെയ്യും, അല്ലെ? പിന്നെ എന്താ പറയണേ, ആ ഒരു മോറൽ വാല്യൂ ഇല്ലാത്തവനാണ് പിന്നെയും പോയി പാപം ചെയ്യും, അല്ലെ? അപ്പൊ ഇതൊന്നും ഇല്ലാത്ത വ്യക്തികളാണെങ്കിൽ ഇത് എന്താ പറയുക, ഈ ഗുണങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുക. അതിനായിട്ട് ദൈവത്തിന്റെ അടുത്തിരിക്കുകയും എന്താ പറയുക, നമ്മൾ വളരുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ അവര് യൂസ്ലെസ് ആയിരിക്കത്തില്ല, അവരുടെ കണ്ണ് അടഞ്ഞതായിരിക്കത്തില്ല, അവര് പ്രൊഡക്റ്റീവ് ആയിരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത്. 10ാമത് വാക്ക് പറയും, അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിക്കുക. നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും എന്നുള്ളത് യേശുവിനെ പോലെ ആയിത്തീരും എന്നുള്ളത്. അപ്പൊ നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും എന്താ പറയാ, ഉറപ്പാക്കുന്നതിന് വേണ്ടി, അല്ലെ? അത് നമ്മുടെ സാൽവേഷൻ ഫിയർ ആൻഡ് ട്രംബ്ലിങ്ങോട് വർക്ക്ഔട്ട് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിനായിട്ട് നമ്മൾ യേശുവിന്റെ ഒപ്പം ഉണ്ടായിരിക്കണം. അതിനായിട്ട്, അല്ല, യേശുവിനെ പോലെ ആയി തീരുവാൻ വേണം. അതിനായിട്ട് നമ്മൾ പരിശ്രമിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോവാതെ നമുക്ക് കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും, അല്ലെ? നമുക്ക് ദൈവത്തിന്റെ നിത്യ രാജ്യത്തേക്കുള്ള പ്രവേശനം വേണമെങ്കിൽ ദൈവം പറയുന്ന രീതിയിൽ ജീവിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത്. വിശ്വാസമുണ്ടെന്ന് പറഞ്ഞ് എന്തും ചെയ്തു കൂട്ടാം എന്നല്ല പറഞ്ഞിരിക്കുന്നത്, അല്ലെ? വിശ്വാസത്തിൽ നിൽക്കുന്ന വ്യക്തികളായിരിക്കും, അല്ലെ? ദൈവത്തിന്റെ വഴിയിൽ നടക്കുന്ന വ്യക്തികളായിരിക്കും. നമുക്ക് ആവശ്യമുള്ളതെല്ലാം, ഡിവൈൻ നേച്ചറിലേക്കും നമ്മളെ എന്താ പറയുക, ജീവിതത്തിന് ഡിവൈൻ നേച്ചർ ആയിട്ടുള്ള എല്ലാം ദൈവം നമുക്ക് തന്നിരിക്കുന്നു. അപ്പോ ആ വലിയൊരു പ്രോമിസ് നമുക്കുണ്ട്. ദൈവം നമുക്കെല്ലാം തന്നിരിക്കുന്നത്. അതില് ആ ഡിവൈൻ നേച്ചർ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. എങ്കിൽ നമ്മൾ യേശുവിനെ പോലെ ആയിത്തീരത്തുള്ളൂ, അല്ലെ? അതാണ് നമ്മളുടെ വിളിയും എന്താ പറയുക, തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ യേശുവിനെ പോലെ ആയിത്തീരുന്നതിന് വേണ്ടിയാണ്, അല്ലെ? അപ്പൊ അതിനു വേണ്ടി നമ്മളുടെ വിശ്വാസത്തെ മോറൽ വാല്യൂ എല്ലാം ഉള്ള സ്വഭാവ ഗുണമൊക്കെ ഉള്ളവർ
ഉള്ളവരായി അല്ലെ, വിശ്വാസം വെറുതെ വിശ്വാസം ഉള്ളെന്ന് പറഞ്ഞിട്ട് എന്തും ചെയ്യാത്തവരായിട്ട്, വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് സ്വഭാവ ഗുണമുള്ളവരായിട്ട് അല്ലെ, ദൈവത്തിന്റെ അറിവുള്ളവരായിട്ട് അല്ലെ, അറിവില് സെൽഫ് കൺട്രോൾ ഇന്ദ്രിയജയം പ്രാപിച്ചിരിക്കുന്ന വ്യക്തികളായിട്ട്, ഇന്ദ്രിയജയം സ്ഥിരതയോടുകൂടി കൊണ്ട് നടക്കുന്ന വ്യക്തികളായിട്ട്, പിന്നെ ദൈവികമായിട്ടുള്ള സ്വഭാവമുള്ള വ്യക്തികളായിട്ട്, പിന്നെ എന്താ പറയുന്നത്, ഗോൾഡിനെസ് അല്ലെ, ഗോൾഡിനെസ് എന്ന് പറഞ്ഞിരിക്കുക, വിശ്വാസം അല്ലെ, ഭക്തി അല്ലെ ഉള്ളവരായിട്ട്, മറ്റുള്ളവരുടെ സ്നേഹവും കരുണയുമുള്ള വ്യക്തികളായിരിക്കാൻ നമുക്ക്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ രാജ്യത്തേക്കുള്ള എന്ത് നമുക്ക് ഉറപ്പാണ്. അല്ലെങ്കിൽ ഇതെല്ലാം കാണിക്കുന്ന യേശുക്രിസ്തു സ്വഭാവമാണ്. യേശുക്രിസ്തുവിനാണ് ഈ ഇതെല്ലാം ക്യാരക്ടർ ഉള്ളത്. അപ്പൊ യേശുവിനെ പോലെ ആയിത്തീരുക എന്ന് പറഞ്ഞിരിക്കുന്നത്. ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ ഹെൽപ്പോട് കൂടി നമുക്ക് സ്വന്തമായിട്ടൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഹോളി സ്പിരിറ്റ് ഗോഡ് നമ്മളെ ഹെൽപ്പ് ചെയ്യുക തന്നെ ചെയ്യും അല്ലെ. അപ്പൊ നമുക്ക് എപ്പോഴും മനസ്സിലാക്കി ഇതാണ് എന്റെ വിളി, ഇതാണ് എന്റെ തിരഞ്ഞെടുപ്പ്, എന്നെ യേശുവിനെ പോലെ ആയിത്തീരണം അല്ലെ. ഒരു പാസ്റ്ററാണ്, അപ്പോസ്റ്റലാണ്, അതല്ല വിചാരിക്കേണ്ടത്. പക്ഷെ യേശുവിനെ പോലെ ആയിത്തീരുന്ന വ്യക്തികളായിരിക്കുക എന്താ പറഞ്ഞിരിക്കുന്നത്. അതിനായിട്ട് നമ്മള് ആടി എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലെ, കൂട്ടിച്ചേർക്കുന്നു പറഞ്ഞു. എന്ന് വെച്ചാല് പിതാവിന്റെ ഒപ്പം യേശുവിന്റെ ഒപ്പം നമ്മൾ നടക്കുമ്പോൾ, ഹോളി സ്പിരിറ്റ് ഗോഡ് നമ്മളെ മാറ്റം വരുത്തുമ്പോൾ, യേശുവിന്റെ മുഖത്തേക്ക് നമ്മൾ നോക്കി നടക്കുമ്പോൾ, നമ്മുടെ ഉള്ളിൽ ഓട്ടോമാറ്റിക് ആയിട്ട് എന്താ പറയുക ചേഞ്ചുകൾ വരിക, നമ്മുടെ പഴയ സ്വഭാവം മാറ്റിക്കളഞ്ഞൊരു പുതിയ ജീവികളായി തീരുക തന്നെ ചെയ്യും നമ്മൾ അല്ലെ. അതിനെപ്പറ്റി ദൈവം പറഞ്ഞിരിക്കുന്നത്. നമുക്കൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്താം. കർത്താവ് സമയത്ത് നന്ദി പറയുന്നു കർത്താവ്. Thank you, Jesus, Master. Praise and worship you, Master God. Mighty God, I thank you and I praise you, Master. Marvelous King, I praise and worship you, Master God. King of glory, I praise and worship you. Thank you so much, Master, for what you are doing in our life, Master God. Help us to walk according to your ways, mighty Father. We don't want to be blind, Master. We don't want to be useless, mighty Father, unproductive, Master. Thank you so much, Master, for what you are doing. Praise and worship you, Master. We want to be in you. We want to be found in you, Master God. We want to be established in you, Master. Praise and worship you, Master. യേശുവിന്റെ നാമത്തിൽ ആമേൻ. ദൈവത്തിന്റെ ദൈവത്തിനകത്ത് മഹത്വം ഉണ്ടാകട്ടെ.